അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ജൂലൈയിൽ ഭൂമിയേറ്റെടുക്കൽ നടപടികൾ തുടങ്ങും എന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. സിൽവർ ലൈന് ബദലായുള്ള സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയും കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ട്. റെയിൽവേ ഭവനിലെത്തിയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. മന്ത്രി വി അബ്ദുറഹ്മാനും കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കേരളത്തിന്റെ റെയിൽവേ വിഷയങ്ങളാണ് ചർച്ചയായത്. കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചതായും മന്ത്രി വി അബ്ദുറഹ്മാൻ. കേന്ദ്ര വിദഗ്ധ സംഘം പദ്ധതിക്കായി കേരളത്തിലെത്തും. അതേസമയം ഇന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ സിൽവർ ലൈൻ ചർച്ച ചെയ്തില്ലെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി. അത്തരത്തിലൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രിയോ ഒന്നും പറഞ്ഞിട്ടില്ലോ. കേരളത്തിൽ നിന്ന് നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ നോക്കൂ, കേരളത്തിൻ്റെ ഒരാവശ്യം എന്ന രീതിയിൽ നമ്മൾ ഉന്നയിച്ചൊരു കാര്യമാണത്. അതുമായുള്ള തീരുമാനങ്ങൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത് അങ്കമാലി റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ടു പ്രധാനപ്പെട്ട പദ്ധതികളെക്കുറിച്ച് കേരള മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ റെയിൽവേ ബജറ്റ് ശരാശരി 372 കോടിയിൽ നിന്ന് 3042 കോടിയായി വർദ്ധിപ്പിച്ചുവെന്നും ചരക്ക് നീക്കത്തിനും പാസഞ്ചർ ട്രെയിനുമായി കേരളത്തിലെ വടക്കുമുതൽ തെക്കുവരെ ബന്ധിപ്പിക്കുന്ന മൂന്നാമത്തെയും നാലാമത്തെയും പാതകൾക്കായുള്ള ചർച്ചകളും നടന്നുവെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. സിൽവർ ലൈനിന് ബദലായി ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇ ശ്രീധരൻ നൽകിയ കത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പരിശോധിക്കുന്നുണ്ട്. ഇ ശ്രീധരൻ ഡൽഹിയിലെത്തി റെയിൽവേ മന്ത്രിയെ കാണും. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സംസ്ഥാനവുമായി ചർച്ചകൾ ആരംഭിക്കുക. 24 ഡൽഹി.